ഹായ് ഓൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി ഏതാണെന്ന് അറിയാവോ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ലിവറാണ്. നമ്മുടെ ശരീരത്തിന് പ്രതിരോധം നൽകുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് പുറത്തേക്ക് വിടുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഊർജ്ജമാക്കി മാറ്റുന്നത് എല്ലാം ഈ കരളാണ്. എന്നാൽ ഈ സൂപ്പർ ഹീറോയെ മദ്യം കഴിക്കുന്ന ആളുകൾ ചെറിയ വിഷം കൊടുത്ത് കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലോ? നമ്മൾ കഴിക്കുന്ന മദ്യം നമ്മുടെ കരളിനെ എങ്ങനെയാണ് തകർക്കുന്നത്, അത് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന വലിയ പരിക്കുകൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഗൗരവമേറിയ എന്നാൽ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ഈറ്റ് ക്ലബ്. നമുക്ക് ആദ്യം തന്നെ മദ്യം എങ്ങനെയാണ് കരളിനെ പരിക്കേൽപ്പിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മുടെ ശരീരം ആ മദ്യത്തെ കാണുന്നത് ഒരു ടോക്സിൻ ആയിട്ടാണ്. അതുകൊണ്ട് ഇതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് കരള് കഠിനമായി ശ്രമിക്കുന്നു. ഈ പ്രക്രിയയിൽ അസറ്റാഡിഹൈൽഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കല് കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് കരളിന്റെ കോശങ്ങളെ നേരിട്ട് ബാധിക്കുകയും കടുത്ത ഇൻഫ്ലമേഷനും മുറിവുകളും ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണയായിട്ട് കരളിന് സ്വയം റീജനറേറ്റ് ചെയ്ത് സുഖം പ്രാപിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ നമ്മൾ നിരന്തരമായി വലിയ അളവിൽ മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിക്കവറിക്ക് ടൈം കിട്ടാതെയാവും. അതിന്റെ ഫലമായിട്ട് കരളിൽ സ്കാർ ടിഷ്യൂസ് ഉണ്ടാവും, അതായത് തഴമ്പുകൾ. ഇതാണ് പിന്നീട് ലിവർ സിറോസിസിലേക്കൊക്കെ നയിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ കരളിൽ ഈ സ്കാർ ടിഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം പിന്നീട് ഒരിക്കലും പഴയതുപോലെ പ്രവർത്തിക്കില്ല. ഇനി നമുക്ക് മദ്യം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ എങ്ങനെയാണ് അപകടത്തിലാക്കുന്നതെന്ന് നോക്കാം. മദ്യം കഴിക്കുമ്പോൾ കരളിന് മാത്രമല്ല പ്രശ്നം, മറ്റു ഭാഗങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. ആദ്യം നമുക്ക് തലച്ചോറിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മദ്യപിച്ച് കഴിയുമ്പോൾ തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു. ഇത് നമുക്ക് തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും അതുപോലെ ഓർമ്മക്കുറവ്, ഷിവറിങ് തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കും. ഇനി നമുക്ക് ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. അമിതമായി മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കടുത്ത രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കും. മാത്രമല്ല ഹൃദയത്തിന്റെ പേശികളുടെ ബലം കുറയ്ക്കുകയും ചെയ്യും. ഇതിന് നമ്മൾ കാർഡിയോ എമ്പതി എന്ന് പറയും. ഇത് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ സംഭവങ്ങളിലേക്കൊക്കെ നയിക്കും. ഇനി പാൻക്രിയാസിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ മദ്യപിച്ച് കഴിയുമ്പോൾ പാൻക്രിയാസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ഇത് കടുത്ത വയറുവേദനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ മൊത്തത്തിൽ തെറ്റിക്കുകയും പിന്നെ അതേ തുടർന്ന് നമ്മുടെ ഡയബറ്റീസിലേക്ക് നയിച്ചേക്കാം. ഇനി പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിയെ ഇത് ബാധിക്കും. അതുകൊണ്ടാണ് മദ്യപിച്ചവർക്ക് പെട്ടെന്ന് തന്നെ ന്യൂമോണിയ, ക്ഷയം എന്നീ രോഗങ്ങളൊക്കെ പിടിപെടുന്നത്. ഇനി നമുക്ക് ബിഞ്ച് ഡ്രിങ്കിങ് എന്താണെന്ന് നോക്കാം, അതിന്റെ അപകടങ്ങളും തെറ്റിദ്ധാരണകളും. ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഈ വാക്ക് നിങ്ങൾക്ക് പുതിയതായിരിക്കും. ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 5 അതിലധികമോ പെഗ് കഴിക്കുന്നതിനെയാണ് നമ്മൾ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കഴിക്കുന്നത് കരളിന്മേൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. ചില ആളുകൾ പറയും, ഞാൻ വിദേശ മദ്യമാണ് അല്ലെങ്കിൽ വില കൂടിയ മദ്യമാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ മദ്യപിക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ആൽക്കഹോൾ ഏത് രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തിയാലും അതുണ്ടാക്കുന്ന കേടുപാടുകൾ ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ 1 കുപ്പി ബീറേ കഴിച്ചുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ 1 കുപ്പി ബീർ കഴിക്കുന്നതും 2 പെഗ് വിസ്കി അടിക്കുന്നതും ഒരേ അളവ് ആൽക്കഹോളാണ് നമ്മുടെ ശരീരത്തിലെത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ബിഞ്ച് ഡ്രിങ്കിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നുള്ള ഒരു ലിവർ ഇഞ്ചുറിയിലേക്ക് നയിക്കും. വലിയ അളവിൽ മദ്യം പെട്ടെന്ന് ശരീരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കരൾ ഒരുപാട് എഫോർട്ട് ഇടണം. അതിന്റെ ഭാഗമായിട്ട് കരളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും അതിന്റെ സെൽസ് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. ഇനി ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ടുള്ള അടുത്ത പ്രശ്നമാണ് നമ്മുടെ രക്തത്തിലെ ടോക്സിൻസ് വർദ്ധിക്കുന്നു എന്നുള്ളത്. കരളിന് വേഗത്തിൽ ശുദ്ധീകരിക്കാൻ കഴിയാത്തതിനാൽ മദ്യം രക്തത്തിൽ ദീർഘനേരം നിലനിൽക്കുകയും തലച്ചോറിനെയും ഹൃദയത്തെയും നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ ചിന്തിച്ച വില കൂടിയ മദ്യത്തിന്റെ കാര്യം. യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് എഥനോൾ ആണ്. വില കൂടിയ മദ്യമാണെങ്കിലും വില കുറഞ്ഞ മദ്യമാണെങ്കിലും രണ്ടിലും എഥനോൾ ഉണ്ടാവും. എഥനോൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ വില കൂടിയ മദ്യത്തിൽ പ്രകൃതിദത്തമായ മറ്റ് മാലിന്യങ്ങൾ കുറവായിരിക്കും. എന്നതൊഴിച്ചു കഴിഞ്ഞാൽ വില കൂടിയ മദ്യവും കുറഞ്ഞ മദ്യവും ഒക്കെ കരളിന് വരുന്ന പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഏത് രൂപത്തിലോ ബ്രാൻഡിലോ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലും കരൾ അതിനെ ഒരു വിഷമായിട്ടാണ് കാണുന്നത്. അതുണ്ടാക്കുന്ന മുറിവുകളും സിറോസിസ് പോലുള്ള രോഗാവസ്ഥയും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ കരൾ ഒരു സൈലന്റ് കില്ലറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. ഈ കരളിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 70% കരൾ ഡാമേജ് ആയാൽ പോലും അതിന്റെ ലക്ഷണങ്ങൾ പുറത്തോട്ട് കാണിക്കില്ല. ഇതൊരു ഐസ്ബർഗ് പോലെയാണ്. രോഗത്തിന്റെ വലിയൊരു ഭാഗം ഉള്ളിൽ മറഞ്ഞിരിക്കും. നമ്മൾ ചെയ്യുന്ന LFT പോലുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ തുടക്കത്തിൽ ഈ ഡാമേജുകളൊന്നും കാണിക്കാറില്ല. നമുക്ക് കഠിനമായ ക്ഷീണം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക, അതുപോലെ തന്നെ വയറിന്റെ വലതുഭാഗത്ത് വേദന എന്നീ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ തന്നെ കരളിന് പണി കിട്ടി തുടങ്ങി എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് മഞ്ഞ നിറത്തിലാകുക, നമ്മുടെ വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുക, രക്തം ഛർദ്ദിക്കുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ രോഗം അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, മദ്യം മൂലം കരളിനുണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ മദ്യപാനം 100% നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ലിവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഫാറ്റി ലിവറിന് ശേഷവും മദ്യപിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ട് ലിവർ സിറോസിസിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരിക്കും ഇതിനുള്ളൊരു ഏക വഴി. ഒരു നിമിഷത്തെ ചെറിയൊരു കിക്കിന് അല്ലെങ്കിൽ ഒരു ലഹരിക്ക് വേണ്ടിയിട്ടും ചെറിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ പണയം വെക്കുന്നത് നമ്മുടെ സ്വന്തം ജീവൻ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ
തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ് കരൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലുള്ള മറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഔട്ട്.